ഉണ്ടായ സംഭവമാണ്. ഞാൻ എന്ത് ചെയ്തു, ഈ ആലൊക്കെ ഇങ്ങനെ ഏറി പടന്ന നമുക്ക് വീട്ടിനല്ലേ കേട് എന്ന് വിചാരിച്ച് ഈ കൊമ്പിനെ തുളുപ്പിനെയൊക്കെ ഞാൻ വലിച്ചു ഒടിച്ചെറിയണ പതിവുണ്ട്. അപ്പം അങ്ങനെ ഇരുന്നപ്പം കൂടെ ഈ വീട്ടിന് ചുറ്റും പാമ്പ് വന്ന് കിടക്കും. അപ്പോൾ അതുവരെയ്ക്കും അങ്ങനെ ഉണ്ടാവണ പതിവില്ല. ഈ തുളസി തറയ്ക്ക് ചുറ്റും തായ് വീട്ടിൽ കിഴക്ക നടയിൽ വടക്ക നടയിൽ എന്നാൽ പൂജാമുറിയിൽ അങ്ങനെയൊന്നുമില്ല. ഈ വീട്ടിന് ചുറ്റുമുള്ള സ്ഥലത്താണ് ഇത് വന്ന് കിടക്കുന്നത്. അപ്പോൾ ഒരു ദിവസം വന്ന് കണ്ടു, ആരെങ്കിലുമൊക്കെ വിളിച്ച് അങ്ങ് വരട്ടി തള്ളി. പിന്നെ അത് പോയിട്ട് പിന്നെ 2 ദിവസം പിന്നെ ഞാൻ ഒരു തിളിപ്പിൽ എനിക്ക് ഇതിനെ പറ്റിയുള്ള സംശയമേ തോന്നിയില്ല. പിന്നെ തിളുത്ത് വരുന്ന തിളിപ്പിനെ ഞാൻ വലിച്ച് ഒടിച്ച് കളയും. അങ്ങനെ ഒടിച്ച് കളഞ്ഞ് ഇത് അടിക്കടി വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിൽ അങ്ങനെ പെട്ടതിങ്ങനെ 2 ദിവസത്തിലൊരിക്കൽ 3 ദിവസത്തിലൊരിക്കൽ ഇത് വരുന്നില്ല. ഇതെന്തിനാണ് കാര്യമെന്ന് എൻ്റെ അണ്ണൻ പറഞ്ഞിട്ടുണ്ട്. നീ ആലിനൊന്നും വെട്ടി മുറിക്കരുത്, വീട്ടിൽ കുടുംബത്തിന് വളരെ ദോഷം ചെയ്യും. ഇത് തന്നെത്താനും ഉണ്ടായ ആലാണ്, നമ്മൾ നട്ടുപിടിപ്പിച്ചതല്ല എന്ന് പറഞ്ഞ് അണ്ണൻ വിലക്കിയാലും ഞാൻ 1-2 കൊമ്പിനെ കാള് വെച്ചൊക്കെ വെട്ടി മുറിച്ചും തിളുപ്പിനെയൊക്കെ ഒടിച്ച് അങ്ങ് ദൂരെ എടുത്ത്. അപ്പോൾ ഇങ്ങനെ സർപ്പം വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഇത് സർപ്പം വരുന്നത് ഞാൻ ആലിൻ്റെ കൊമ്പ് ഒടിച്ചത് കൊണ്ട് തന്നെയാണ് എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ ഭുവനേന്ദ്രൻ്റെ പൂജാമുറി നടയിൽ പോയി ഭഗവാനെ ഞാൻ അറിവില്ലാതെ ചെയ്തതാണ്. ഇനി മേലെ ഞാൻ ഈ ആലിൽ നിന്ന് ഒരു കൊമ്പ ഇലയ ഒന്നും ഞാൻ ഒടിച്ചെറിയില്ല. ഇനി മേലാൽ ഇത് എൻ്റെ കണ്ണിൽ കാണരുത്. ഇത് കാണുകയാണെങ്കിൽ ഇടയിൽ ഞാൻ ഒരു വിളക്ക് വയ്ക്കുക, ഇവിടെ താമസിക്കുകയും ഞാൻ ചെയ്ത ഞാനും എവിടെയെങ്കിലും പോകാൻ എന്ന് പറഞ്ഞ് തൊഴുത് മാപ്പെടുത്തതിന് ശേഷം കാണില്ല. ശരി പറയണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അശരീരമൊക്കെ ഉണ്ടായി. പിന്നെ ഈ അശരീരി പിന്നും തുടർന്ന് പല അശരീരികളും സംഭവങ്ങളും കുറച്ച് പതിവായിട്ടും ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഭുവനേന്ദ്രൻ്റെ പാദത്തിൽ നിന്ന് പൂജാമുറിക്കകത്ത് നിന്ന് ഒരാൾ ഒന്ന് വരും പോലെ ഒരു ശബ്ദം കേൾക്കും. വന്ന സമയത്ത് പറയും, ബന്ധേൻ ബാലക എന്ന് പറയും. ഞാൻ ജഡാധാരിയാണ്, ഭുവനേന്ദ്രൻ്റെ പാദത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് ഒരു കാര്യമില്ല, പല കാര്യങ്ങളും ദേവന്മാരും ദേവസ്ത്രീകളും അറിയാൻ പാടില്ലാത്ത പല ഭാഷകളിലുള്ള ശബ്ദങ്ങളും ഭജന സ്തുതിപ്പുകളും ദേവസ്ത്രീകൾ വരുന്നത് ഇങ്ങനെ പലതുമൊക്കെ ഉണ്ടായി. അതിനുശേഷം ഇവിടെ ഭയങ്കര ആൾക്കാരും ഇതൊക്കെ കേൾക്കാനായിട്ട് പല സ്ഥലത്തു നിന്നും പല ആൾക്കാരൊക്കെ ഇവിടെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നു എന്തെങ്കിലുമൊക്കെ കാണാതൊക്കെ ഇരുന്നാലും ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അശരീരിൽ വിളിച്ച് പറയും. പിന്നെ 1-2 പ്രാവശ്യം ഇവിടെ എന്തോന്ന് ആരോ ക്ഷുദ്രം ചെയ്ത് വെച്ചിരിക്കുന്നു ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി എന്ന് താഴെ മേലോട്ടിൽ അച്യുതം പിള്ള എന്നൊരാൾ ആണ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അശരീരിൽ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഒടുവിൽ അത് വളരെ കഷ്ടപ്പെട്ടൊക്കെ മരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് സംഭവം. ഒടുവിലുണ്ടായിരുന്നത് തീർത്ഥയാത്രയ്ക്ക് പോകണമെന്ന് പറഞ്ഞു പണ്ഡരീപുരത്ത്. അശരീരിൽ പറയും ഒരുപാട് സ്ഥലത്തൊക്കെ ഏറ്റുമാനൂർ അങ്ങനെയൊക്കെ പോകണമെന്ന് അശരീരിൽ പറഞ്ഞ് ഒരുപാട് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് ഭുവനേന്ദ്രനെയും കൊണ്ട്. അങ്ങനെ പോയി ലാസ്റ്റ് പറഞ്ഞു നവദിനം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അശരീരിലെന്ന് പറഞ്ഞു. നവദിനം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതെന്താണെന്നാണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അത് ഒരു മഹർഷിക്ക് അനുഗ്രഹം കൊടുക്കാൻ പോവുകയാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഭുവനേന്ദ്രനെ കാണാതെയൊക്കെ ആവും, കിടക്കുന്നിടത്ത് കാണില്ല. ഭുവനേന്ദ്രൻ കുഞ്ഞായിരിക്കുമ്പോൾ ഭുവനേന്ദ്രന് അങ്ങനെ തൊട്ടിൽ കിടത്തി ഉറക്കിയിരുന്ന ഈ കിടക്കുന്നിടത്ത് കുഞ്ഞിനെ കാണില്ല. അയ്യോ കുഞ്ഞിനെ കണ്ടില്ല എന്ന് പലയിടത്തും അന്വേഷിക്കുമ്പം കുഞ്ഞിനെ എവിടെയെങ്കിലും അങ്ങ് യാതെങ്കിലും വഴികളിൽ
എവിടെയെങ്കിലും ദൂരെ മാറ്റിക്കൊണ്ട് ഇട്ടിരിക്കും. ചിലപ്പം വായ്ക്കാലിൻ്റെ അകത്ത് എവിടെയെങ്കിലും കിടക്കും. അത് അപ്പോഴേ അശരീ തുടങ്ങി ആ സമയത്താണ്. കുറച്ച് ദിവസം അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ. എന്നാൽ എനിക്കിത് അത്ര ക്ലിയറാണ് പറയാനും അത്ര അറിഞ്ഞുണ്ട്. എന്താണെന്ന് ചെയ്യാനും അപ്പോഴേക്കും ഭുവനേന്ദ്രൻ എൻ്റെ കുഞ്ഞമ്മയുടെ മകനാണ്. കുഞ്ഞമ്മയുടെ പേര് രുദ്രായണി അമ്മ. ഇങ്ങോട്ട് പറയണം. ഇങ്ങനെ പറയാം. കുഞ്ഞമ്മയ്ക്ക് കല്യാണം കഴിഞ്ഞ് കുറച്ച് വളരെ വർഷം മക്കളൊന്നും ഇല്ലാതിരുന്ന് കിട്ടിയ മോനാണ് ഭുവനേന്ദ്രൻ. ഭുവനേന്ദ്രനെ പ്രസവിച്ച് 8 മാസമായപ്പോൾ ഈ തെക്കതിൽ, നമ്മുടെ തെക്കതിൽ നമ്മളെ വീട്ടിലുള്ള തെക്കതിൽ ഒരു പൂജ ഉണ്ടായിരുന്നു, പടുക്ക. അത് വർഷം തോറും ചെയ്യണതാണ്. വർഷം തോറും പോറ്റിയൊക്കെ വിളിച്ച് ഇവിടെ പൂജ കഴിക്കും. അതുപോലെ ആ വർഷം നടത്തി. അപ്പം അന്നേ ദിവസം ഭുവനേന്ദ്രന് അന്ന് വരയ്ക്കും ദേവത്ത് ഭസ്മമോ ചന്ദനമോ ഒന്നും ഇട്ടിട്ടില്ല പ്രസവിച്ചതിന് ശേഷം. അപ്പം ഈ പടുക്കരന്ന് ഭുവനേന്ദ്രൻ്റെ ദേഹത്ത് ചന്ദനം, ഭസ്മം ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ കുഞ്ഞമ്മയും എല്ലാം നോക്കി കുഞ്ഞിനെ നോക്കാൻ വന്നപ്പോൾ കുഞ്ഞിൻ്റെ ദേഹത്ത്, കുഞ്ഞപ്പോൾ തൊട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഈ കുഞ്ഞിൻ്റെ ദേഹത്ത് ഭസ്മം ചന്ദനമൊക്കെ പൂശിയിരുന്നു. അപ്പം ഓരോരുത്തരുടെ ചോദിച്ചു, ഇതെങ്ങനെയാണ് ഈ കുഞ്ഞിൻ്റെ ദേഹത്ത് ആരാണ് ഭസ്മം ഇട്ടത്, ചന്ദനം ഇട്ടതെന്ന് എല്ലാവരും കുഞ്ഞമ്മ ഓരോരുത്തരുടെ ചോദിച്ചു. അപ്പോൾ ഓരോരുത്തരുടെ എൻ്റെ അമ്മാവനും അമ്മച്ചിയൊക്കെ നോക്കിയിട്ട് ഞാൻ ഇട്ടില്ല താരെ വേല എന്തിനാണ് നല്ല വാസനയായിട്ടുള്ള ഒരു ഭസ്മം ചന്ദനമൊക്കെ പൂശിയിരുന്നു. അതങ്ങനെ അന്ന് അത് കഴിഞ്ഞു. ഇവിടുത്തെ പടുക്കയും എല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞിന് 1 വയസ്സായപ്പോൾ 1 വയസ്സിന് നമ്മൾ പരദേവത ക്ഷേത്രം അമ്മങ്കോൽ, ഭദ്രാളി അമ്മങ്കോൽ വെച്ചാണ് കുഞ്ഞിന് ചോറ് കൊടുക്കുന്നത്. അപ്പം അവിടെ കൊണ്ടുപോയി കുഞ്ഞിന് കാളിദാസ എന്ന് പേരിട്ടു. ഭദ്രാളി അമ്മങ്കോവിൽ വെച്ച് ചോറും കൊടുത്ത് പേരും ഇട്ടു. അതങ്ങനെ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ട് സാധാരണ കുഞ്ഞിനെ പോലെ അതുവരെയ്ക്കും അങ്ങനെ കഴിഞ്ഞത്. വളരെ ദിവസം കുറച്ച് അങ്ങനെ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിൻ്റെ ദേഹത്ത് ഭസ്മം, നല്ല വാസന ദ്രവ്യങ്ങൾ, ഇവിടങ്ങളില്ലാത്ത വാസനയുള്ള പച്ചിലകൾ ഇതെല്ലാം ഉണ്ടായി തുടങ്ങി. അപ്പം പലരും ഇത് കാണാനായിട്ടും പ്രസാദം വാങ്ങിക്കാനായിട്ടും ഒക്കെ പല ആൾക്കാരും വന്നിട്ട് ചില ആൾക്കാർ പറയും ഇത് കുഞ്ഞിൻ്റെ അമ്മച്ചീട്ടതാണ്, അമ്മ കൊണ്ടുവയ്ക്കുന്നതാണെന്ന് പലർക്കും പല അഭിപ്രായങ്ങളും പറഞ്ഞ്, ചിലർക്കില്ല ഇത് മായമായിട്ട് വരണമെങ്ങനെ പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടായി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. കുറേ കാലം അങ്ങനെ ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അനിഷ്ടമായി പല സംഭവങ്ങളും ഇവിടെ ഉണ്ടായി. കല്ലെറികളുണ്ടായി. കല്ല് തന്നെ വന്ന് വീഴ്ന്നു തുടങ്ങി. അപ്പോൾ ഇതെന്തോന്നാണ്, കല്ലെറി ഉണ്ടാവും, തീപിടുത്തം ഉണ്ടാവും. അപ്പോൾ ഇത് കുട്ടിച്ചാത്തൻ്റെ വേലയായിരിക്കുമെന്ന് വിചാരിച്ച് ഒരു വലിയ മന്ത്രാദിയെ കൊണ്ടുവന്ന് ഇവിടെ ഹോമം പൂജയൊക്കെ നടത്തി. അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ ഈ മന്ത്രാദിക്കിരുന്ന് പൂജ കഴിക്കാനൊന്നും പറ്റൂല. ഒരു വലിയ പേടിയായിരുന്നു. മന്ത്രാദി എഴിച്ചു വാടിയാണ് ചെയ്തത്. വാളുകൊണ്ടൊക്കെ നല്ല വീശി എതിർത്ത് ആരോ ഒരു വലിയ ശക്തി വന്ന് നിൽക്കുകയാണ്. പൂജ കഴിക്കാനോ ഹോമം ചെയ്യാനോ ഒന്നും പറ്റണില്ല എന്ന് പറഞ്ഞ് ഈ മന്ത്രവാദി എഴിച്ച് എങ്ങനെയോ രക്ഷപ്പെട്ടു പോയി. അതിനുശേഷം വീണ്ടും ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരുന്ന് ഇനി ഇതെന്താണ് ചെയ്യണമെന്ന് പറഞ്ഞ് പല കോവിലുകളിലും ഭജന ഇരിക്കാൻ പോയി. ഭജന ഇരിക്കാൻ നമ്മളെ കരിപ്പാറ കോവിലിൽ, വെട്ടുവന്നി കോവിലിൽ, കുമാരകോവിലിൽ, ഇങ്ങനെ പല ക്ഷേത്രങ്ങളിലും ഭജന ഇരിക്കാൻ പോയി. അവിടെയും പല അനിഷ്ടങ്ങളും പല കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ കുമാരകോവിൽ വെച്ച് ഒരു സംഭവം ഉണ്ട്. എന്തെന്ന് വെച്ചാൽ ഭഗവാന് ചാർത്തിയിരുന്ന, മുരുകന് ചാർത്തിയിരുന്ന വേല് ഭുവനേന്ദ്രൻ്റെ ദേഹത്ത് കൊണ്ട് ചാർത്തി വെച്ചിരുന്നു. അപ്പം കാലത്ത് പൂജ കഴിക്കാനായിട്ട് നട തുറന്നപ്പോൾ വേലില്ല മുരുകൻ്റെ
വിഗ്രഹത്തിൻ്റെ അടുത്ത് ചാർത്തിയിരുന്ന വേലിനെ കാണാനില്ല. ഈ വേലി എവിടെയാണ് പോയത് എന്തിരുന്ന് പറഞ്ഞിട്ട് പലയിടത്തും അന്വേഷിച്ച് ദേവസ്വത്തിൽ അറിയിച്ച് അങ്ങനെ ഇരുന്ന് ഒടുവിൽ ഈ വേല് ഇങ്ങനെ അത്ഭുതമായിട്ടൊരു കുഞ്ഞു ഭജന ഇരിക്കാൻ കുടുംബത്തോടെ വന്നിരിക്കുന്നു. അച്ഛനും അമ്മയും അമ്മച്ചും എല്ലാവരും കൂടെ വന്നിരിക്കുകയാണ്. ഈ കുഞ്ഞിൻ്റെ ദേഹത്ത് ഈ വേലി കൊണ്ട് ചാർത്തി വെച്ചിരിക്കണമെന്ന് പറഞ്ഞ് അവർ വന്ന് ദേവസ്വത്തിൽ നിന്ന് ആൾക്കാർ വന്ന് അവർ ഈ വേല് ഏൽപ്പിച്ചു. അതങ്ങനെ കഴിഞ്ഞ് പല ക്ഷേത്രങ്ങളിലൊക്കെ കഴിഞ്ഞ് പോയി ഒടുവിൽ ഈ കല്ലറി ഇതെല്ലാം മാറിയതിന് ശേഷം അപ്പോഴെൻ്റെ കുഞ്ഞമ്മയും ഭുവനേന്ദ്രനും ഒക്കെ രാത്രി ഉറങ്ങണ ഈ തായ് വീട്ടിലായിരുന്നു. അങ്ങനെ കിടക്കുമ്പോൾ ഒരു ദിവസം കുഞ്ഞമ്മ എന്തോന്ന് ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. ഇവിടെ കിടക്കണ ആ പടിപ്പുര, അത് അപ്പോഴും പടിപ്പുരയായിരുന്നു ആ പൂജാമുറി. അവിടെയാണ് കിടക്കാനുള്ള സ്ഥലമെന്ന് പറഞ്ഞു കുഞ്ഞമ്മയ്ക്ക് സ്വപ്നം കണ്ട്. കൃഷ്ണൻ കളിക്കും പോലെ ഓടക്കുഴൽ വായന അത് ഇത് ഇങ്ങനെ പല സംഭവങ്ങളും കൃഷ്ണൻ ഓടക്കുഴൽ വായിക്കും പോലെയുള്ള ശബ്ദം, ചിലങ്ക ചവിട്ടും പോലെയുള്ള ശബ്ദമൊക്കെ കൂടെ രാത്രി ആ സമയത്ത് രാത്രി ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന പിറ്റേ ദിവസം കുഞ്ഞമ്മ, ഭുവനേന്ദ്രൻ, എൻ്റെ അമ്മച്ചി, കുഞ്ഞമ്മയുടെ അമ്മ എല്ലാവരുമായിട്ട് ഈ തായ് വീട്ടിലുള്ള ഉറക്കം മാറ്റി പൂജാമുറിയിൽ പടിപ്പുരയിലാക്കി. പടിപ്പുരയിൽ ഒരു റൂമുണ്ട്, അവിടെ ആയിരുന്നു ഉറക്കം. അങ്ങനെ അവിടെ കിടക്കുമ്പോൾ ഒരു അശരീരി ഉണ്ടായി. ആദ്യമായിട്ടുള്ള അശരീരി എങ്ങനെയെന്ന് വെച്ചാൽ ആശ്രയിപ്പോര കാത്തു രക്ഷിക്കും ബാലക എന്നാണ് ആദ്യത്തെ അശരീരി. എൻ്റെ അറിവിൽ ഉള്ളതാണ്. ഞാൻ അപ്പോൾ എനിക്ക് അത്ര വയസ്സ് കൂടുതൽ